ആ അവളും അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ. ആ അവനോ? അവൻ ഇന്നലെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു. റൂമിൽ വല്ലതും കാണാനായിരിക്കും. എന്റെ കൊച്ചുമോൻ പഠിക്കുവായിരിക്കും. ഒരു ചായ താടി. ഈ അമ്മച്ചിക്ക് എപ്പോ നോക്കിയാലും ചായ ചായ, ഇതല്ലാതെ വേറെ ഒന്നും വായിന്ന് വരത്തില്ലേ? നിന്റെ കെട്ടൊക്കെ ചെയ്തുവൊന്നും കേൾക്കത്തില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഇവള് വേണ്ട വേണ്ടാന്ന്. എന്നാലും അവളെ ഇറങ്ങും. കണ്ടാ തോന്നും അവള് കൊട്ടക്കളിക്കാ കൊണ്ടുവന്നത്. എന്തേലും പറഞ്ഞോ? ഇത് അവള് കേട്ടു. എടാ പൊട്ട, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? എന്താ അമ്മേ, 25 വർഷമായില്ലേ കെട്ട് കഴിഞ്ഞിട്ട്? ഇപ്പോഴും കണക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുമ്പോ ഈ കണക്കൊണ്ട് കുഴിയിലോട്ട് പൊക്കും. ഇതാരാ വിളിക്കുന്നേ? ഇതാരാ? ശോശാമയാണോ? എടി ശോശാമേ, എവിടെയാടി? ഒരു അനക്കും ആരൊന്നും ഇല്ലല്ലോ. എന്തേലും ഉണ്ടോടി ചൂടായിട്ട്? ഓ അങ്ങനെയാണോ? ശേ, ഈ കൊച്ചിന് വേറെ പണിയൊന്നുമില്ലേ? അന്നേ എനിക്കറിയായിരുന്നു അവള് ശരിയല്ല. ഇവിടെ ഒരു പെണ്ണുണ്ട്. എന്നാ എവിടെ പോകുന്ന ആർക്കറിയാം? അന്നാ നീ വെച്ചോ, ബാക്കി പള്ളി വന്നിട്ട് പറയാം. എടാ മോനെ, ആ തോന്നുന്ന സുനാപ്പി ഇങ്ങൊന്ന് തന്നേ. എന്തിനാ? എടാ നീ അറിഞ്ഞോ, ആ മഞ്ജുന്റെ മോളല്ലേ ചിഞ്ചു, അവള് ഒളിച്ചോടി പോയെന്ന്. ഏത് മഞ്ജു? എടാ നിന്റെ പഴയ ലൈനില്ലായിരുന്നോ മഞ്ജു, അവളുടെ മോള് ചിഞ്ചു. ഓ അവളോ? അമ്മച്ചി അമ്മച്ചി, എനിക്കത് മനസ്സിലായില്ല. ഞാൻ സൂസൻ. ഏത് സൂസൻ? ആ തെക്കേലെ സൂസൻ. ഓ സൂസമ്മ, നീ എന്നാടി സൂസനായേ? നീ ആളാകെ മാറിയല്ലോ. അതിപ്പോ നാടോടുമ്പോ നടുവേ ഓടണ്ടേ എന്റെ അമ്മച്ചി? നീ ഇവിടെ ഒന്നിരി. നീ എന്നാടി ഒന്നും പറയാതെ കേറി വന്നേ? ഞാൻ അമ്മച്ചീനെ കാണാൻ വന്നതാ. നീ അല്ലേനെ കാല് കുഴക്കാനല്ലേ കേറി വരുന്നേ? അയ്യോ, നീ അമ്മച്ചിയുടെ മുഖത്ത് കൊതുക്. മോടി, എന്തോ ഇട്ട് ഒരിക്കുന്നേ? അതെന്റെ പുതിയ വളയാ. 10 പവൻ തികച്ചുണ്ട്. യുനോ 10. അതൊക്കെ വിടടി. നീ അറിഞ്ഞോ, ആ മഞ്ജുവിന്റെ മോളിൽ ചിഞ്ചു ഏതോ ഒരു ഗതികെട്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അയ്യോ എന്റെ മുത്തപ്പ, ചെക്കൻ ഇതാന്നറിയാവോ? ഒരു തലതെറിച്ചവനായിരിക്കും. അതെ, അല്ലേ ഇവരെ കൊണ്ടൊക്കെ പോകൂ. ഒരു ഗതിയില്ലാത്ത വീട്ടിലെ അവള് ഒരു നൂല് പോലൊരു മാല ഇട്ടോണ്ട് അവളുടെ നടപ്പ്. കാശിനെ കൊള്ളില്ലാത്തൊരു പെണ്ണാവൾ. അവൻ അനുഭവിക്കും. ആ എന്തേലും ആവട്ടെ. Oh my God, ഇത് ഹസ് വിളിക്കുന്നു. Oh darling, you call me now. I too busy now. എന്നെ കോപ്പായി ഇവിടെ പറയുന്നേ. ഈ കൊച്ചാപ്പിയാണോ വിളിക്കുന്നേ? ഇന്ന് തന്നേ. ദാ കൊച്ചാപ്പി, നിന്നെ മുടിക്കെന്നാ പറ്റിയേ? പശു നക്കിയോ? അമ്മച്ചി, അത് സ്പൈക്സാ. ഫാഷനാ. അവിടെ ഏതെങ്കിലും BSc നഴ്സുമാരുണ്ടോടാ? എന്റെ കൊച്ചുമോനെ നോക്കാനാ. എന്തിനാ അമ്മേ? അവനത്ര പ്രായമൊന്നും ആയിട്ടില്ല. നീ ഒന്ന് പോടാ. എന്ത് വാഴ തിളങ്ങുന്ന
അച്ചായ ആ 10 പവന്റെ മാല ഒന്ന് അകത്തേക്ക് ഇട്ടേക്ക്, കണ്ണു വെക്കും. ഫോൺ. അച്ചായ അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. See you, ഉമ്മയെ. ഓ ചേച്ചി എപ്പോ വന്നു? ചേച്ചിയല്ല, സൂസൻ. Call me സൂസൻ. എടി നിന്റെ കെട്ടിയവനോട് പറയടി, വല്ല പെൺപിള്ളേരുണ്ടെങ്കിൽ പറയാൻ. അതിന് ജോമോൻ എന്തെങ്കിലും പണിയുണ്ടോ? ആ പിന്നെ അവന് പണിയുണ്ട്. രാവിലെ എണീച്ചിട്ട് ഫോൺ കുത്തുന്ന അവന്റെ ഏക പണി. അച്ഛനുള്ളത് കൊണ്ടാ വീടൊക്കെ ഓടിപ്പോന്നെ. നീ ഒന്ന് മിണ്ടാതിരിയടി. ആരെ വേണം? ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, വക്കീലുണ്ട്. ഒരു നേഴ്സ് മതി, പിന്നെ നല്ല ആസ്തിയുള്ള വീട്ടിലായിരിക്കണം. അതെന്താ അമ്മേ നേഴ്സ്? എടാ അതെ, നേഴ്സ് ആകുമ്പോ കൊറേ കാശ് കിട്ടും. ഇവനോ? അതും നേഴ്സോ? 10 സപ്ലി കൊണ്ടാണ് ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അയ്യോ, 10 സപ്ലിയോ? 10 ഉള്ളൂ. അമ്മച്ചി, എന്നാ ഞാൻ പോട്ടെ. എന്റെ ഈ ചായ പിടിക്കും, എന്തേലും കിട്ടുമ്പോ വിളിക്കാം. ഓ എന്നൊരു അഹങ്കാരമായ അവൾക്ക്. കണ്ടില്ലേ അവളുടെ ഭർത്താവ് നോക്കിക്ക് പോയപ്പോഴേക്ക് അവളുടെ ഒരു ജാട. ഇത് കണ്ടാ തോന്നുന്നു ഇവളാ ഊക്കേക്കാരിയെന്ന്. പണ്ട് സാരി നിന്ന് ഇറങ്ങാത്ത ഒരു പെണ്ണായിരുന്നു, ഇപ്പം കൈയും കാലും ഇല്ലാത്ത കുറെ തുണി ഇട്ടോണ്ട് നടക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കണ്ട പൊന്നമ്മേ. ഓ എന്റെ എൽസി, എന്നാ ഉണ്ടടി വിശേഷം? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എടി എൽസി മോളെ, നീ അറിഞ്ഞോ മഞ്ജുവിന്റെ മോളിൽ ചിഞ്ചു അവൾ ഒളിച്ചോടിപ്പോയെന്ന്? അല്ല, അമ്മച്ചി അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. ഏതോ ഒരു ഗതികെട്ടവന്റെ കൂടെയാ പോയെന്നാ കേട്ടെ. അവളും ശരിയല്ല. അവള് പണ്ടേ പള്ളി വരുമ്പോ എനിക്കറിയാം കണ്ട ചെക്കന്മാരോടൊക്കെ കൊഞ്ചി കൊഴയുന്നത്. അതിനിപ്പോ എന്നാ? സംസാരിച്ചാൽ ഉടനെ അത് വേറെ എന്തെങ്കിലും ആവോ? ഈ ഒരു പന്ന സ്വഭാവം മാറ്റാറായില്ല അമ്മച്ചി. അത് മോളെ, ഇതൊക്കെ പറഞ്ഞാലേ അമ്മച്ചിക്ക് ഒരു സുഖമുള്ളൂ. അന്നാലും അവള് ശരിയല്ല. അമ്മച്ചിക്ക് എങ്ങനെ അറിയാം അവന്റെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന്? നമുക്ക് നമ്മുടെ കഥയെ നോക്കിയാ പോരെ. വെല്ലോന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അത്ര നല്ല സംഭവമല്ല. ആ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം എന്തോ നോക്കാതെ വല്ലവരുടെയും വീട്ടിലെയും കാര്യം നോക്കുന്നതല്ലേ നാട്ടുകാരുടെ പണി. അമ്മച്ചി, എന്റെ മാവേ, നീ വന്നോ? എവിടെ ആയിരുന്നടാ? ഞാനങ്ങ് പേടിച്ചു പോയി. ചുല്ലേക്കിട്ട് പേടിക്കണ്ട, ഞാനൊരു സമ്മാനമായിട്ടാ വന്നേ. എന്താണ് മോനെ? മുഴുസേ ചിഞ്ചല്ലേ ആ മഞ്ജുന്റെ? നീ അല്ലേ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയെ? ആ ന്യൂസ് ഇവിടെ വരെ വന്ന ആ ചെക്കൻ ഞാൻ തന്നെയാ, അമ്മച്ചിയുടെ വാവാ. എന്റെ മാധവനെ, എടാ സെബാനെ, എന്നെ പിടിച്ചോ? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി പകർന്ന സ്നേഹമുറങ്ങി, കടലായി എരിഞ്ഞ സന്ധ്യമയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി കളർന്നു. ഇപ്പൊ അമ്മച്ചിക്ക് സമാധാനമായോ? എവിടെയും ആരെങ്കിലും ഒളിച്ചോടിപ്പോ എന്നെ വെക്കിട്ട് കയറും. ഇപ്പൊ അമ്മച്ചിയുടെ പുന്നാരപ്പം പോയപ്പോ ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കാലിലെടുക്കുവാൻ. ആ എന്തായാലും പോട്ടെ മക്കളോ. മോളെ, നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? ഇവനോ ഇല്ല. അമ്മച്ചി, കിട്ടി. Christmas UK കിട്ടി. ജോലിയുടെ പെണ്ണ് കിട്ടി.
കാണുകയും സ്വന്തം കണ്ണിലെ കോല് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരനോട്, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ കരുത് കളയട്ടെ എന്ന് പറയുവാൻ എന്നെ